ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എന്റെ 2025 ഡിഗ്രി ക്ലിയൻസിനെ അങ്ങനെ 2 മന്ത്സ് കൊണ്ടാണ് എനിക്ക് എന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ കഴിയുന്നത് കേട്ടോ. അപ്പൊ കട്ട് ഓഫ് കണ്ടിട്ടുണ്ടെങ്കിൽ 2025 45 എബോ ആയിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് 57 മാർക്സോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കട്ട് ഓഫിനെ പറ്റിയിട്ട് എനിക്ക് വലിയൊരു പേടി വന്ന ടൈം ഉണ്ടായിരുന്നു. എനിക്കറിയാതെ തന്നെ 50 താഴെ തന്നെയായിരുന്നു കട്ട് ഓഫ്. അതുകൊണ്ട് തന്നെ എന്തായാലും കട്ട് ഓഫ് കയറുന്ന ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. റിസൾട്ട് വന്നപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതുണ്ടായിരുന്നു കട്ട് ഓഫ് കയറുന്നുള്ളൊരു പ്രതീക്ഷകൾ തന്നെ ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് 2 മാസത്തിന് പിന്നെ ഇത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫിലിംസിന്റെ മെയിൻസ് വേണ്ടി. അതുകൊണ്ട് തന്നെ വിചാരിച്ച പോലെ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യാൻ കഴിയില്ല. അറിയാൻ പേഴ്സണലായിട്ട് ഒരുപാട് ടോപ്പിക്സ് മെയിൻസിന്റെ വരുന്നുണ്ട് എക്സ്ട്രാ. അതുകൊണ്ട് തന്നെ ടോപ്പിക്സ് ഒന്നും കവർ ചെയ്യാൻ കഴിയില്ല. മെയിൻസിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരു 3 മാർക്സിനോളം ആണ് എനിക്ക് മെയിൻസിൽ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എല്ലാവരും പറയുന്നത് എല്ലാ ചാനലുകളിലും പറയുന്നത് എല്ലാവരും ഫിലിംസിനെ പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടായാലും അടുത്ത് തന്നെ നമുക്ക് മെയിൻസ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഈ ടോപ്പിക്സ് ഒക്കെ നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ മെയിൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി നടത്തിയത് തന്നെ മെയിൻസിന് കിട്ടും. ഇപ്പം നമുക്കാണെങ്കിൽ നമ്മുടെ കയ്യിൽ 1 മാസമേ ഡിഗ്രി ക്ലിയർസിന് വേണ്ടിയിട്ടുണ്ട്. എന്നാൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ 2 മാസം വരെ കിട്ടാം. കാരണം ജൂണിൽ എക്സാം ഉള്ളത് അത് ക്ലാസ്സിലാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്നായിരിക്കും നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് 1 മാസത്തേക്കുള്ള ഇത് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുപോകണം. നമുക്കിപ്പോൾ ലെഫ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു ജൂൺ മാസത്തിലേക്ക് കിട്ടുകയാണെങ്കിൽ ഒരു പിന്നെ അടുത്ത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കാനും അതനുസരിച്ചിട്ട് മുമ്പ് പ്രിപ്പയർ ചെയ്യാനൊക്കെ കഴിയും. അപ്പോൾ അത് നമുക്ക് അവർക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്തായാലും നമുക്ക് സിലബസ് നമുക്ക് എല്ലാവരും അറിയാം. അതുപോലെ തന്നെ നമുക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളമാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കവർ ചെയ്യുന്ന ഏരിയ എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നല്ല രീതിയിൽ തന്നെ പഠിക്കണം. ഇപ്പോൾ ഒരൊറ്റ ടോപ്പിക്സ് പോലും നമ്മൾ അതിൽ മിസ്സാക്കാതെ എല്ലാ ടോപ്പിക്സും പഠിക്കണം. അപ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പിന്നെ മറ്റു ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ടോപ്പിക്സ് എടുത്ത് പഠിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അതായത് മുന്നേറ്റ് PYQs നോക്കിയിട്ട് ഏതൊക്കെയാണ് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് വരുന്നത് അത് ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്സ് എന്തായാലും കവർ ചെയ്യും. അങ്ങനെ കവർ ചെയ്ത് പോകുന്നതായിരിക്കും മറ്റ് ടോപ്പിക്സ് നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം പഠിക്കാനുള്ള ടൈമില്ല. അതുകൊണ്ട് തന്നെ ഏതൊക്കെയായിരിക്കും എക്സാം ചോദിക്കുന്നത് അപ്പോൾ ആ ഒരു ഇതിൽ മനസ്സ് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് PYQs നോക്കിയിട്ട് നോക്കുന്നത് തന്നെയാണ്. അതായത് നമുക്ക് ടോപ്പിക്കിനെ പറ്റി യാതൊരു ഇതും ഇല്ലാണ്ട് നമുക്ക് ഈ പറയുന്ന മാത്സിന്റെ ഒക്കെ ആണെങ്കിൽ PYQs ചെയ്യാനൊക്കെ പറ്റുന്നെങ്കിൽ കിട്ടാനില്ല. അപ്പൊ അതുകൊണ്ട് ടോപ്പിക്സ് നമ്മൾ പഠിച്ച ശേഷം അതിന്റെ PYQs പഠിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ PYQs നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ PYQs എങ്ങനെ കിട്ടും, നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്കാണെങ്കിലും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനുപോലെ ചെയ്തിട്ടുണ്ട്. ഇത് കാണാത്തവരാണെങ്കിലും കയറി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ PYQs കിട്ടുന്ന ഒരുപാട് ടെലിഗ്രാം ചാനൽസ്, യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണണം. അതുപോലെ തന്നെ അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. കാരണം നമുക്ക് PYQs നിങ്ങൾ എവിടെ നിന്ന് കിട്ടുന്ന അന്വേഷിച്ച് നടക്കണ്ട. വാങ്ങിക്കാതെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ടെലിഗ്രാം ചാനൽസിൽ നിന്ന് നമുക്ക് PYQs ചെയ്ത് പഠിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ഏതൊക്കെയാണ് ടോപ്പിക്സ് ഒന്നും വിശദീകരിച്ച് പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സിലബസിൽ ഒരുപാട് ഘട്ടം വായിച്ചിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി ആണെങ്കിലും ഈ ജോഗ്രഫി, എക്കണോമിക്സ്, ഫിസിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറയുന്ന എല്ലാം നിങ്ങൾ ഏതാണ് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് തോന്നുന്നത് PYQs ഒക്കെ നോക്കിയിട്ട്. അതുപോലെ പല ചാനലുകളിലും ഇതേപോലെ ഹോട്ട് ടോപ്പിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇനി വരുന്ന വീഡിയോസ് ആയിരിക്കും ഞാൻ ഈ പറയുന്ന PYQs ഹോട്ട് ടോപ്പിക്സ് ആയിക്കോട്ടെ ചെയ്യാൻ പോകുന്നത്. PYQs എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതനുസരിച്ചുള്ള ഹോട്ട് ടോപ്പിക്സ് ആയിരിക്കുമല്ലോ ഈ വരുന്ന എല്ലാ വീഡിയോസ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നത് തോന്നുന്നതുകൊണ്ടാണ് ഇതിൽ പോകാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ എന്റെ ടെലിഗ്രാം ചാനലിൽ ഇത് ജോയിൻ ചെയ്യാത്തവരാണെങ്കിലും ജോയിൻ ചെയ്യണം. കാര്യം നല്ല ടെലിഗ്രാം ചാനൽ ഞാൻ പഠിക്കുന്ന നോട്ട്സിൽ അതിനകത്ത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് ഒന്നല്ല, എന്നാലും ഞാൻ പഠിക്കുന്ന നോട്ട്സിൽ പല സോഴ്സിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഞാൻ അതിനകത്തേക്ക് ഷെയർ ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ പഠിക്കാൻ ഒരുപാട് ടൈമൊന്നും കിട്ടുന്നില്ല. ഒരു 8 hours സ്റ്റഡി ആക്കി നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തോന്നുമ്പോൾ അവർ നമ്മൾ ആക്റ്റീവായി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ടോപ്പിക്സ് ഒക്കെ നല്ല രീതിയിൽ കവർ ചെയ്യാനും അത് ഓർത്ത് വെക്കാനും നമ്മളോട് കഴിയുമ്പോൾ. അതായത് 8 hours സ്റ്റഡി തന്നെ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന ടൈം ഉണ്ടെങ്കിൽ കുറച്ച് ടൈം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈം ഇല്ലാന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കേണ്ട. ഇത് പഠിക്കാൻ തുടങ്ങാത്തവരാണെങ്കിൽ പോലും പഠനം ആരംഭിക്കുന്നു. അതായത് നമ്മുടെ ചെക്ക് ടൈം കൊണ്ട് തന്നെ നമുക്ക് ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും. അതായത് 50 ഒരു താഴെ ആയിരിക്കും എന്തായാലും കട്ടൊക്കെ വരാൻ പോകുന്നത്. ചിലപ്പോൾ അതിൻ്റെ 50 ആ റേഞ്ച് തന്നെ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷ കൈവിടാതെ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരാണെങ്കിൽ പോലും പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ആദ്യം തിരക്കിട്ട് കാര്യ ടോപ്പിക്സ് ഒക്കെ ഹോട്ട് ടോപ്പിക്സ് പോലെ നോക്കി പഠിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ഈ പറയുന്ന ടെലിഗ്രാം ചാനലുകളൊക്കെ ഒരുപാട് ചാനലുകളൊക്കെ കറണ്ട് അഫയേഴ്സ് എടുക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് ഒക്കെ വാര്യതയിൽ പഠിച്ചു പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇത്രയേ ഉള്ളത് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കൂടുതലായിട്ട് നിൽക്കുകയും ചെയ്തില്ല. എല്ലാവർക്കും അത്രയധികം പരിചയമായിട്ടുള്ള സംഭവമായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ സിലബസ് ഒരുപാട് വട്ടം നോക്കിയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഞാൻ സിലബസ് എന്തെന്ന് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ എന്തൊക്കെ ഇനി വേറെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമന്റ് ചെയ്യുക. ഇപ്പോൾ ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോസ് വേണോ അല്ലെങ്കിൽ PYQs വീഡിയോസ് എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾക്ക് എന്താ വേണ്ടത് താഴെ കമന്റ് ചെയ്യണേ. താങ്ക് യു.